Hi guys, this is Pushpamari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ഓഫ് ടു. ടൂവിന്റെ ഉപയോഗമാണ്. TOO. അതിന്റെ മീനിങ് എന്താണ്? എക്സസീവ്ലി, അമിതമായി, എക്സോർബിറ്റന്റ്ലി, ആവശ്യത്തിലേറെ, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. സംതിങ് ദാറ്റ് ഈസ് ഇൻ അഡീഷൻ, ഫർദർമോർ, മോറോവർ, കൂടുതലായിട്ട്, അതാണ് നമ്മൾ ടു കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് വേറൊരു രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. ആൾസോ ഓർ ആസ് വെൽ എന്നും യൂസ് ചെയ്യാറുണ്ട്. കൂടാതെ, ഇത് കൂടാതെ അതും എന്നുള്ള രീതിയിൽ, അതുപോലെ, അങ്ങനെയും നമ്മൾ ടൂവിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് സെന്റൻസിൽ എങ്ങനെയാണ് ഈ ടു വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഒരു രീതിയിൽ എങ്ങനെയാ ഈ ടു യൂസ് ചെയ്യുന്ന നോക്കാം. ദാറ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് വാണ്ടഡ്, ടു എ ഹൈ ഡിഗ്രി ഓർ എക്സ്റ്റെന്റ്. ദ സൂപ്പ് ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. സൂപ്പ് വളരെ ചൂടാണ്, അത് നമുക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ടു ഹോട്ട് എന്നുള്ളത് ഒരു നെഗറ്റീവ് രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ദിസ് ഷർട്ട് ഈസ് ടു ബിഗ് ഫോർ മീ. ഈ ഷർട്ട് എനിക്ക് വളരെ വലുതാണ്. ദിസ് കുർത്ത ഈസ് ടു ടൈറ്റ് ഫോർ മീ. ഈ കുർത്ത എനിക്ക് വളരെ ഇറുകിയതാണ്. ദിസ് ഡ്രസ് ഈസ് ടു ലോങ് ഫോർ മീ. അപ്പൊ ഇവിടെ ടു ബിഗ്, ടു ലോങ്, ടു ടൈറ്റ്, ദ ഡ്രസ് വാസ് ടു ലോങ്. അപ്പൊ ഇങ്ങനെയെല്ലാം ടു യൂസ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ ഒരു ക്വാളിറ്റിയെ കാണിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ടു എന്നുള്ളത് വളരെ എന്നാണെങ്കിലും അതിനൊരു നെഗറ്റീവ് മീനിങ് ഉണ്ട്, അല്ലേ? It is too late to change your mind. അല്ലെങ്കിൽ it is not too late to change your mind എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ഇനിയും വൈകിട്ടില്ല. ഇവിടെ ഒരു ചെറിയ പോസിറ്റീവ് സെൻസ് വന്നിട്ടുണ്ട്, അല്ലെ? അതേപോലെ ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാലോ, നീ മൈൻഡ് ചേഞ്ച് ചെയ്യുന്ന ആ ടൈം അങ്ങ് മാറിപ്പോയി, അത് ഇനി പറ്റത്തില്ല എന്നുള്ള രീതി. ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ് ടു ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാറ്റാൻ ഇനിയും വൈകിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് മാറ്റാം നിങ്ങളുടെ മനസ്സെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഷീസ് ടു കൈൻഡ്, ഷീസ് വെരി കൈൻഡ്. ഇവിടെ ഷീസ് വെരി കൈൻഡ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇച്ചിരി നല്ല പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. ഷീസ് ടു കൈൻഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള ദയൊന്നും വേണ്ട, ഇച്ചിരി കൂടുതലായിട്ടാണ് എന്നുള്ള രീതിയിൽ അതിന് മീനിങ് വരാം. ഡോണ്ട് സ്റ്റേ ടു ലോങ് ദെയർ, കം ഫാസ്റ്റ്. നീ അവിടെ അത്രയും കൂടുതൽ നേരം നിൽക്കേണ്ട, പെട്ടെന്ന് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷീ ഗേവ് ഹിം ടു മെനി ചോക്ലേറ്റ്സ്. അവന് ധാരാളം ചോക്ലേറ്റുകൾ കൊടുത്തു. ടു മെനി ചോക്ലേറ്റ്സ് മീൻസ് ഇച്ചിരി കൂടെ കൂടുതൽ, കൊടുക്കേണ്ടത് ഇത്രയാണ്, പക്ഷെ അതിനേക്കാൾ അധികമായി കൊടുത്തു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ടുവിന്റെ യൂസ് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുള്ളല്ലേ? ഇനിയും നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കാം. മൈ കോഫി ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. എന്റെ കാപ്പി കുടിക്കാൻ കഴിയാത്തത്ര ചൂടാണ്. കോഫി നമുക്ക് ചൂട് തന്നെ വേണം, അല്ലേ? പക്ഷെ അത് നമുക്കിങ്ങനെ വായിൽ വെച്ചാൽ നമ്മുടെ നാക്ക് പൊള്ളുന്ന രീതിയിലാകുമ്പോൾ അതൊരു ടു ഹോട്ട് ആകും, വളരെയധികമാകും, ആവശ്യത്തിലേറെയാകും. ഐ ഹാവ് ടു മച്ച് വർക്ക് ടു ഡു. എനിക്ക് ആവശ്യത്തിലധികം വർക്ക് ചെയ്യാനുണ്ട്. ഇറ്റ് ഈസ് ടു മച്ച്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും കൂടുതൽ നമ്മളെ വല്ലവരുമൊക്കെ ഇൻസൾട്ട് ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പിറുപിറുക്കും, അല്ലെ? ഇറ്റ് ഈസ് ടു മച്ച് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് കൂടുതലാകുന്നു, ഇത് അധികമാകുന്നു, ആവശ്യത്തിലധികമാകുന്നു എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഹി വർക്ക്സ് മച്ച് ടു ഹാർഡ്. അവൻ വളരെയധികം അധ്വാനിക്കുന്നു. ഇവിടെ വളരെയധികം അധ്വാനിക്കുന്നു എന്നുള്ളത് അധ്വാനിക്കുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്, പക്ഷെ ഇത് ഇച്ചിരി കൂടുതലായിട്ട് അധ്വാനിക്കുന്നു എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുകയാണ്. സം പീപ്പിൾ വർക്ക് ടു സ്ലോ, സം പീപ്പിൾ വർക്ക് ടു ഫാസ്റ്റ്. ചില ആളുകൾ വളരെ സ്ലോയിൽ വർക്ക് ചെയ്യുന്നു, ചില ആളുകൾ വളരെ ഫാസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഡോണ്ട് ഗെറ്റ് ടു എക്സ്ട്രാവാഗന്റ്. അമിതാവേശം കാണിക്കരുത്. ദ ഫുഡ് വാസ് ടു ഡിലീഷ്യസ്. ഒരു കല്യാണ സദ്യയൊക്കെ ഉണ്ടിട്ട് വരികയോ അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടെങ്കിലും മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഹൗ വാസ് ദ ഫുഡ് ചോദിക്കുകയാണെങ്കിൽ ദ ഫുഡ് വാസ് ടു ഡിലീഷ്യസ്. He's driving too fast. He's driving too fast.
അതായത് ഫാസ്റ്റ് നിങ്ങൾക്ക് ഓട്ടിക്കുന്നത് നല്ലതാണ് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടു ഫാസ്റ്റ്. അവൻ ആ വേഗത വേണം, അതിനേക്കാളും കൂടുതലായിട്ടാണ് അവൻ വേഗത എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഈസ് ടു ഓൾഡ് ടു ഡ്രൈവ്. അവൻ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ ഓൾഡ് ആണ് എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടു യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് തിങ് ആയിട്ടാണ്. അതായത് ടു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് വാണ്ടഡ് ഓർ നീഡഡ്. ഒരു കാര്യം നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ അധികമായാൽ അമൃതും വിഷമാണ് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ ഈ ടു യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യവും. അത് ഒരു നെഗറ്റീവിലോട്ട് ഇതിനെ ലീഡ് ചെയ്യും നമ്മൾ ഈ ടു യൂസ് ചെയ്യുമ്പോൾ. So it is not correct to say that the movie was too good. നിങ്ങളോട് ചിലപ്പോൾ ആരെങ്കിലും മൂവി കണ്ടിറങ്ങുമ്പോൾ ചോദിക്കും ഹൗ വാസ് ദ മൂവി, നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും മൂവി വാസ് ടു ഗുഡ്. പക്ഷെ അതൊരു നെഗറ്റീവ് രീതിയിലാണ് സാധാരണ രീതിയിൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. വെൻ യു റിയലി എൻജോയ്ഡ് ഇറ്റ്, നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ദ മൂവി വാസ് റിയലി ഗുഡ് എന്ന് പറയുന്നതാണ് ഇച്ചിരി നല്ലത്. It is also correct to say that suppose ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഫൺ ജോക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ യുവർ ഫ്രണ്ട് ഈസ് ടു ഫണ്ണി എന്ന് പറയുന്നത് അത്ര ഒരു നല്ല രീതിയിലല്ല. ടു ഫണ്ണി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടുതലാണ് എന്നുള്ള രീതിയിലാണ്. യുവർ ഫ്രണ്ട് ഈസ് സോ ഫണ്ണി എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വേയിലാകും. പക്ഷെ യുവർ ഫ്രണ്ട് ഈസ് ടു ഫണ്ണി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് രീതിയിലും അതിനെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടു യൂസ് ചെയ്യുമ്പോൾ എവിടെയാന്നുള്ളത് മനസ്സിലായല്ലോ. പലപ്പോഴും അത് നെഗറ്റീവ് രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ടു യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് രീതിയിലാണോ അതോ പോസിറ്റീവ് രീതിയിലാണോ. നെഗറ്റീവ് രീതിയിലാണെങ്കിൽ നിങ്ങൾ ടു യൂസ് ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. പക്ഷെ പോസിറ്റീവ് രീതിയിലാണ് നിങ്ങൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പകരമായിട്ട് സോ, വെരി അല്ലെങ്കിൽ റിയലി ഇതൊക്കെ യൂസ് ചെയ്താൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. That sounds better. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ പ്ലേസ് ഈസ് ടു ഡേർട്ടി, ഐ കാൺട്ട് സിറ്റ് ദെയർ. അപ്പൊ ഇവിടെ ടു ഡേർട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതൊരു നെഗറ്റീവായിട്ടാണ്, വളരെ ഡേർട്ടി ആണെന്നുള്ളത്. ദ വെദർ ഈസ് ടു ബാഡ് ടു ഗോ ഔട്ട് ഫോർ എ പിക്നിക്. ആ വെദർ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്, അതുകൊണ്ട് നമുക്ക് പിക്നിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. ഐ ആം ടു ടയേർഡ് ആൻഡ് കനോട്ട് കം ഫോർ ദ മൂവി. ദ ആപ്പിൾസ് ആർ ടു സോർ ടു ഈറ്റ്, അല്ലെങ്കിൽ ദ ആപ്പിൾ ഈസ് ടു സോർ ടു ഈറ്റ്. ഷീ ഈസ് ടു ഓൾഡ് ആൻഡ് ടു വീക്ക് ടു ഗെറ്റ് എ ജോബ്. ദ പ്രോബ്ലം ഈസ് ടു ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. ഇവിടെ എല്ലാം ഞാൻ ടു യൂസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ടു യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ജസ്റ്റ് തിങ്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ടു പ്ലസ് മച്ച് ഓർ മെനി പ്ലസ് നൗ. ടു മച്ച്, ടു മെനി അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ടു യൂസ് ചെയ്യുന്നത്, ടു യൂസ് ചെയ്തിട്ട് മച്ച് യൂസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ കൂട്ടത്തിലായിരിക്കും. മെനി യൂസ് ചെയ്തിട്ട്, ടു യൂസ് ചെയ്തിട്ട് മെനി ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ അതൊരു കൗണ്ടബിൾ നൗണിന്റെ കൂടെ ആയിരിക്കും. ദർ ആർ ടു മെനി പേഷ്യൻസ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. യു ക്യാൻ നെവർ ഗീവ് ടു മച്ച് അഡ്വൈസ്. അപ്പം ഈ ടു മച്ചും ടു മെനിയും എങ്ങനെയാ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ടു യൂസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇൻ അഡീഷൻ, ആൾസോ ഓർ ആസ് വെൽ, ആ രീതിയിൽ നമ്മൾ ടു യൂസ് ചെയ്യാറുണ്ട്. വി ആർ സെല്ലിംഗ് ദ ഹൗസ് ആൻഡ് ദ ഫർണിച്ചർ ടു. ഞങ്ങൾ വീട് വിൽക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫർണിച്ചറും വിൽക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുക. ഹി സാ സംതിങ് ആൻഡ് ഷീ സാ ഇറ്റ് ടു. അവൻ എന്തോ കണ്ടു, അത് അവളും കണ്ടു എന്നുള്ള രീതി. ഐ ആം ഹംഗ്രി, പലപ്പോഴും നമ്മൾ പറയണ്ട ഐ ആം ഹംഗ്രി എന്ന് പറയുമ്പം അടുത്ത് നിൽക്കുന്ന ആളാണോ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ ചിലപ്പോൾ അവരും പറയും മീ ടു, ഓ എനിക്കും വിശക്കുന്നു എന്നുള്ള രീതിയിൽ. മൈ ന്യൂ ഗേൾ ഫ്രണ്ട് ഈസ് ഫണ്ണി ആൻഡ് പ്രിറ്റി ആൻഡ് റിച്ച് ടു. അവൾ ഫണ്ണിയും പ്രിറ്റിയുമാണ്, അതിന്റെ കൂട്ടത്തിൽ ബിസൈഡ്സ് ദി റിച്ചുമാണ്, അത് കൂടാതെ ടു.
റിച്ച് ടു, അതുകൂടാതെ അവള് പണക്കാരിയും കൂടെയാണ്. ലവ് യു ടു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അത് എപ്പോഴാ ആരെങ്കിലും നമ്മളോട് പറയും, പിന്നെ നമ്മുടെ മദർ നമ്മളോട് ബർത്ത്ഡേക്ക് ഐ ലവ് യു എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ലവ് യു ടു മമ്മ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ടു യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ലൈക്ക് ആൾസോ ടു ഈസ് യൂസ്ഡ് ഇൻ പോസിറ്റീവ് സെന്റൻസസ് ടു ഷോ എഗ്രിമെന്റ്. അതായത് ഇത് പോസിറ്റീവായിട്ട് തന്നെയാണ് സാധാരണ. ആൾസോ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ്. മീന സ്പീക്സ് ഇംഗ്ലീഷ്, മനു സ്പീക്സ് ഇംഗ്ലീഷ് ടു. മീന ഇംഗ്ലീഷ് സംസാരിക്കും, അതുപോലെ തന്നെ മനുവും സംസാരിക്കും എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു നല്ല കാര്യമല്ലേ. അപ്പം അവിടെ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ടു, അവനും സംസാരിക്കും എന്നുള്ള രീതിയിൽ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ടു, എനിക്ക് മലയാളം സംസാരിക്കാം, അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷും സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് പറയുക അല്ലേ. ഐ എം സ്റ്റഡിങ് സുവോളജി ടു, ഞാൻ വേറൊരു ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടായിരിക്കാം, അതിന്റെ കൂട്ടത്തിൽ ഞാൻ സുവോളജിയും പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു പോസിറ്റീവ് രീതിയിൽ അതും പഠിക്കുന്നുണ്ട് എന്നുള്ള, അതും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ടു യൂസ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ടുവിന്റെ യൂസ് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടുവിന്റെ യൂസ് വളരെ ഈസി ആണെന്ന്. ടു ഈസി ആണോ ഇത്? ഇറ്റ് ഈസ് ടു ഈസി. യെസ്, ഇറ്റ് ഈസ് ടു ഈസി. ഇവിടെ ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ടുവിന്റെ യൂസിനെ പറ്റി കൺഫ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ